എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വിശ്വാസികൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ദുഃഖകരമായ മുഖഭാവം കാണിക്കരുത് എന്നും ഉപവസിക്കുമ്പോൾ തലയിൽ തൈലം പൂശി മുഖം കഴുകണമെന്നും കർത്താവ് അരുളി ചെയ്യുന്നതായി കാണാം. ഉപവാസം ഒരു സ്വകാര്യ ഭക്തിയായിരിക്കണം എന്നും മറ്റുള്ളവരിൽ നിന്ന് സഹതാപമോ പ്രശംസയോ നേടുന്നതിന് വേണ്ടിയല്ല എന്നും സർവവും രഹസ്യമായി കാണുന്ന ദൈവം ഹൃദയ പരമാർത്ഥതയോടെയുള്ള ഉപവാസത്തിന് പ്രതിഫലം നൽകും എന്നുമാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. യെശയ്യാവ് 58-ന്റെ 5-6 വാക്യങ്ങളിൽ യഥാർത്ഥ ഉപവാസം കേവലം ബാഹ്യ പ്രകടനങ്ങളല്ല, മനുഷ്യരോട് നിരന്നുകൊണ്ട് കടമയുള്ള സൽപ്രവൃത്തികൾ കാരുണ്യത്തോടെ ചെയ്യുന്നതും വിനയവും നീതിയും ഉൾപ്പെടുന്ന ജീവിതം തന്നെയാണ് തന്നോടുള്ള ഉപവാസമെന്നും ദൈവം കരുതുന്നു എന്ന് നാം വായിക്കുന്നു. മത്തായി 6-ാം അധ്യായം 19-21 വാക്യങ്ങളിൽ ഭൂമിയിൽ നിക്ഷേപങ്ങൾ ശേഖരിക്കരുത്, സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കുക എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നതായി കാണാം. ഭൂമിയിലെ നിക്ഷേപങ്ങൾ ഒക്കെ നാശം ഭവിക്കുന്നവയാണ്. ഒരിക്കലും നാശം ഭവിക്കാത്ത നിക്ഷേപം സ്വരൂപിക്കുവാൻ കഴിയുന്ന ഏക സ്ഥലം സ്വർഗമാണ്. ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് ഭൗതിക സമ്പത്ത് താൽക്കാലികവും ദുർബലവും ആണ് എന്നും നശിക്കുവാൻ കഴിയാത്ത ആത്മീയ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനാണ് വിശ്വാസികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്നുമുള്ള ഉപദേശമാണ്. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നുകളയും എന്ന സദൃശ്യവാക്യം 23-ന്റെ 5-ൽ ഭൗമിക സ്വത്തിന്റെ നശ്വരതയെയും താൽക്കാലിക സ്വഭാവത്തെയും ദൈവം ഓർമ്മിപ്പിക്കുന്നു. മത്തായി 6-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് കണ്ണിനെ വിശേഷിപ്പിക്കുന്നത് ശരീരത്തിന്റെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു വിളക്കാണെന്നാണ്. നമ്മുടെ കണ്ണുകൾ നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ഉള്ള പ്രവേശന കവാടമാണ്. ആത്മാവിലേക്കും നന്മയ്ക്കും തിന്മയ്ക്കും ഒരു വാതിൽ നൽകുന്നു. കണ്ണ് നല്ലതാണ് എങ്കിൽ എന്ന് യേശുക്രിസ്തു പരാമർശിച്ചപ്പോൾ അവൻ ഉദ്ദേശിച്ചത് നല്ല കാഴ്ചശക്തിയുള്ള കണ്ണുകൾ എന്നല്ല, വിവേചനത്തോടെ എന്ത് കാണണം എന്ത് കാണരുത് എന്ന് നന്നായി മനസ്സിലാക്കി അപ്രകാരം ചെയ്യുന്ന കണ്ണുകളെയാണ് നാം എന്ത് കാണുന്നു, എങ്ങനെ കാണുന്നു എന്നതിലാണ് ദൈവഭക്തിയും അതിന് വിപരീതമായ തിന്മയിലേക്കുള്ള ഇടർച്ചയും വെളിച്ചവും അതിന് വിപരീതമായ ഇരുട്ടും തമ്മിലും വ്യത്യാസമുണ്ടാക്കുന്നത്. മോശം കണ്ണുകൾ മോശം ചിന്താഗതിയിലേക്ക് നയിക്കുന്നു. എന്നാൽ നമ്മുടെ കണ്ണുകൾ നല്ലതാണെങ്കിൽ വിവേചനത്തോടെയുള്ള ആ കാഴ്ചയാൽ നമ്മുടെ മുഴുവൻ വ്യക്തിത്വവും ക്രിസ്തുവിനാൽ പ്രകാശിക്കും. 24-ാം വാക്യത്തിൽ 2 യജമാനന്മാരെ ഒരേ സമയം ഒരു ഭൃത്യന് സേവിക്കുവാൻ കഴിയുകയില്ല എന്ന ഉദാഹരണം പറഞ്ഞുകൊണ്ട് ദൈവത്തിനും ധനത്തിനും ഒരേ സമയം ഒരു മനുഷ്യന് സേവകനായിരിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ഇവരിൽ ഒരാളോട് സ്നേഹവും മറ്റൊരാളോടുള്ള വിരോധത്തിലേക്കും നയിക്കും എന്ന് കർത്താവ് പറയുന്നു. മത്തായി 6-ാം അധ്യായം 25-24 വരെയുള്ള വാക്യങ്ങളിൽ ഭക്ഷണം, വസ്ത്രം എന്നിവയെക്കുറിച്ചും ആയുസ്സിനെക്കുറിച്ചും ഒക്കെ ആകുലത അരുത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നത് നാം വായിക്കുന്നു. ആകാശത്തിലെ പക്ഷികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവയെ സൃഷ്ടിച്ച ദൈവം തന്നെ അവയെ പുലർത്തുന്നു എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അവയേക്കാൾ വിശേഷതയുള്ളവരാണ് നാം മനുഷ്യർ. അപ്പോൾ ദൈവം എത്രയധികം നമ്മെ കരുതുകയും പുലർത്തുകയും ചെയ്യും എന്ന് യേശുക്രിസ്തു ഇവിടെ ഗ്രഹിപ്പിക്കുന്നു. ആകുലത കൊണ്ട് ആയുസ്സിന്റെ ഒരു നിമിഷം പോലും കൂട്ടുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് 27-ാം വാക്യത്തിൽ കർത്താവ് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവന്റെ ഓരോ നിമിഷവും ദൈവത്തിന്റെ ദാനമാണ് എന്ന് നാം ഗ്രഹിക്കുവാൻ ആണ്. അങ്ങനെ തുടർന്നും വസ്ത്രത്തെക്കുറിച്ച് ആകുലത പാടില്ല എന്ന് പഠിപ്പിക്കാൻ കർത്താവ് വയലിലെ പൂക്കൾ എങ്ങനെ വളരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അവയെ മനോഹരമായി അലങ്കരിക്കുന്നതും അതിന് ഭംഗി കൊടുക്കുന്നതും അവ സ്വയം അധ്വാനിക്കുന്നത് കൊണ്ടല്ല, അവയെ സൃഷ്ടിച്ച ദൈവമാണ് അവരെ അണിയിക്കുന്നത്. വെറും കുറച്ചുനാൾ കഴിഞ്ഞ് വാടിപ്പോകുന്നതും തീയിൽ എറിയപ്പെടുന്നതുമായ
വയലിലെ പൂക്കളെ അങ്ങനെ ഒരുക്കുന്നു എങ്കിൽ നമ്മെ ഏറ്റവും അധികം ദൈവം കരുതും എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ ഉപജീവനത്തിനുള്ള കാര്യങ്ങൾ നിരന്തരം ഓർത്ത് എപ്പോഴും ആകുലപ്പെടുന്നത് ദൈവത്തിൽ ആശ്രയം ഇല്ലാത്ത വിജാതീയരാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. 33-ാം വാക്യത്തിൽ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ ആശ്രയം വെച്ച് അങ്ങനെ ദൈവത്താലുള്ള നീതി തേടുക എന്നതാണ്. അങ്ങനെയുള്ളവർക്ക് സർവ ഭൗതിക അനുഗ്രഹങ്ങളും ലഭിക്കും എന്നല്ല, മറിച്ച് ഈ ലോകത്തിൽ വേണ്ട ആശ്വാസവും കരുതലും ആത്മീക സംരക്ഷണവും ദൈവം വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. ദൈവിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ ദൈവം തന്റെ ഹിതത്തിനൊത്തവണ്ണം സകല ദാനങ്ങളും നൽകും എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആകാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് ദാവീദ് 37-ാം സങ്കീർത്തനം 25-ാം വാക്യത്തിൽ പറയുന്നത് ഓർക്കാം. മത്തായി 6-ാം അധ്യായം സംഗ്രഹിച്ചു പറഞ്ഞാൽ ക്രിസ്തു ആത്മാർത്ഥമായ ആരാധനയുടെ പ്രാധാന്യം നമ്മെ ഉപദേശിക്കുന്നു. തുടർന്ന് ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം എന്നിവ മനുഷ്യ പ്രശംസയ്ക്കല്ല, ദൈവത്തോടുള്ള സത്യസന്ധമായ സമർപ്പണമായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ആകുലത പാടില്ല എന്നും ദൈവരാജ്യത്തെയും ദൈവനീതിയെയും ആദ്യം അന്വേഷിക്കുകയും ഭൂമിയിലെ സമ്പത്ത് ശേഖരിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യാൻ പ്രബോധനം നൽകുന്നു. കൂടാതെ മറ്റുള്ളവരോട് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് ക്ഷമ നേടാൻ അനിവാര്യമാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ആശ്വസിപ്പിക്കട്ടെ.